നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈശോയുടെ ദനഹ തിരുനാളും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം ജനുവരി 3, 4, 5, 6 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ നടന്നുവന്നിരുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് സമാപിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലൈംഗിക അതിക്രമം, മയക്കുമരുന്നിന്റെ ദുരുപയോഗം എന്നീ വിഷയത്തിൽ കൗമാരക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈശോയുടെ ദനഹ തിരുനാളും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളും ജനുവരി 3, 4, 5, 6 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 29 ഞായറാഴ്ച തിരുനാൾ കൊടിയേറ്റത്തിന് തിരുഹൃദയ തീർത്ഥാടന കേന്ദ്ര വികാരി റവറന്റ് ഫാദർ പോൾ താണിക്കൽ മുഖ്യ കാർമ്മികനാകും. ഡിസംബർ 30 പാട്ടുകുർബാന, ലതീഞ്ഞ്, തിരുഹൃദയ നൊവേന എന്നിവയ്ക്ക് വല്ലച്ചിറ സെന്റ് തോമസ് ചർച്ച് വികാരി റവറന്റ് ഫാദർ റാഫി തട്ടിൽ മുഖ്യ കാർമ്മികനാകും. 31 ചൊവ്വാഴ്ച നടക്കുന്ന പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന എന്നിവയ്ക്ക് സെന്റ് ജോസഫ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ലിജോ ചാലിശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജനുവരി 1 ബുധനാഴ്ച ലതീഞ്ഞ്, ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന എന്നിവയ്ക്ക് അഞ്ചേരി സെന്റ് മേരീസ് പള്ളി വികാരി റവറന്റ് ഫാദർ അൽജോ കരേരക്കാട്ടിൽ കാർമ്മികത്വം വഹിക്കും. ജനുവരി 2 വ്യാഴാഴ്ച ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന എന്നിവയ്ക്ക് ഒല്ലൂർ സെന്റ് ആന്റണീസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ആൽബിൻ ചൂണ്ടൽ കാർമ്മികത്വം വഹിക്കും. ജനുവരി 3 വെള്ളിയാഴ്ച 123ാമത് പ്രതിഷ്ഠാ വാർഷിക ദിനവും മാസാദ്യവെള്ളി തിരുഹൃദയ തിരുനാളും ഭക്തിസാന്ദ്രമായി കൊണ്ടാടും. രാവിലെ വിശുദ്ധ കുർബാന, സന്ദേശം എന്നിവയ്ക്ക് ആലുവ ജീവസ് റിട്രീറ്റ് സെന്റർ ഫാദർ സജി തെക്കേ കൈതക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആരാധന, തിരുഹൃദയ നൊവേന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, സൗഖ്യദായക തിരുഹൃദയ ഊട്ട് എന്നിവ നടക്കും. വൈകിട്ട് പ്രസുതേന്തി വാഴ്ച, ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന എന്നിവയ്ക്ക് വികാരി റവറന്റ് ഫാദർ പോൾ താണിക്കൽ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടക്കും. ജനുവരി 4 ശനിയാഴ്ച ഇടവകയിലെ കുടുംബങ്ങളിലേക്ക് തിരുഹൃദയവും അമ്പും വെഞ്ചരിച്ചു നൽകും. തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന, ദനഹ പ്രാർത്ഥന എന്നിവയ്ക്ക് ഫാദർ ജോൺസൺ അരിമ്പൂർ, ഫാദർ ജിജോ വള്ളുപ്പാറ, ഫാദർ ജിയോ തെക്കിനിയത്ത്, ഫാദർ ലിയോ പുത്തൂർ, ഫാദർ ആൽവിൻ ആരുക്കൽ എന്നിവർ മുഖ്യ കാർമ്മികരാകും. കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, പിണ്ടിതിരിക്കൽ എന്നീ ചടങ്ങുകളും ഉണ്ടാകും. രാത്രി 10 അമ്പ് എഴുന്നള്ളിപ്പ്. ജനുവരി 5 ഞായറാഴ്ച ദനഹ ദിനത്തിൽ രാവിലെ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് CMI ദേവമാതാ പ്രവിൻഷ്യ ഭവനം ഫാദർ ലിൻസ്റ്റൺ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനാകും. ആബ റിന്യൂവൽ സെന്റർ റവറന്റ് ഫാദർ സിൻഡോ പൊന്തേക്കൻ ദനഹ സന്ദേശം നൽകും. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് റവറന്റ് ഫാദർ ജിയോ തെക്കിനിയത്ത് മുഖ്യ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. ജനുവരി 6 ഇടവകയിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന. വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ കലാഭവൻ നയിക്കുന്ന ഗാനമേള. ജനറൽ കൺവീനർ പോൾ ചീനാൻ, വികാരി ഫാദർ പോൾ താണിക്കൽ, പബ്ലിസിറ്റി കൺവീനർ ബിജു തെക്കിനിയത്ത്, കൈക്കാരന്മാരായ ഫ്രാൻസിസ് മുത്തിപ്പീടിക, ലോറൻസ് പൂണത്ത്, ജെയ്സൺ മുത്തിപ്പീടിക, ഷാജു കിടങ്ങൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച വാഴ്ച, ശനിയാഴ്ച രാവിലെ അമ്പുകൾ കൊടുത്തയക്കുന്നു, ശനിയാഴ്ച വൈകിട്ട് കൂടുവർക്കല്, ഞായറാഴ്ച തിരുനാൾ കുർബാന, വൈകിട്ട് പ്രദക്ഷിണം, പിറ്റേ ദിവസം തിരുനാളിനായിട്ട് ആഘോഷം. ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ നടന്നുവന്നിരുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് സമാപിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. 8ാം വാർഡ് മെമ്പർ ശ്രുതി ശ്രീശങ്കർ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ സനിത CS, ജനറൽ സ്റ്റാഫ് സെക്രട്ടറി ഹേമ, PTA പ്രസിഡന്റ് അലക്സി MS, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, അസിസ്റ്റന്റ് പ്രൊഫസർ സജീവ് കൃഷ്ണൻ, ക്യാമ്പ് ലീഡർ കവിത മനോജ്, ജോസ് പൊന്തേക്കൻ, ഡോക്ടർ മനു മാധവ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ
ഭംഗിയാക്കി തന്നെ നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ചുമരാണ് ഭംഗിയില്ലാതായി പോയതെന്നാണ് പറഞ്ഞത്. ചുമര് ഭംഗി കുറവായിരിക്കും. നിങ്ങളുടെ ചിത്രമാണ് ഉദിച്ചു നിൽക്കുന്നത്. അപ്പൊ നല്ല കലാകാരന്മാര് ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ തുടർ പഠനത്തിലും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മൾ 7 ദിവസം നിങ്ങൾക്ക് ലഭിച്ച അറിവുകൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ നിങ്ങളെ ഭാവി ജീവിതത്തിൽ അതുപോലെ നിങ്ങൾ നാളെ പൊതുസമൂഹത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ളവരാണ് നിങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തരും. നിങ്ങളുടെ പങ്ക് നിർവഹിക്കാൻ നിങ്ങൾ ഓരോരുത്തരും വഴി കാണിക്കാതെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലൈംഗിക അതിക്രമം, മയക്കുമരുന്നിന്റെ ദുരുപയോഗം എന്നീ വിഷയത്തിൽ കൗമാരക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സൈക്കോളജി കൗൺസിലർ വിജയസുധ, പോലീസ് വകുപ്പ് പ്രൊജക്ട് കൗൺസിലർ രേഷ്മ ജെയിംസ് എന്നിവർ ലൈംഗിക അതിക്രമം, മയക്കുമരുന്നിന്റെ ദുരുപയോഗം എന്നീ വിഷയത്തിൽ ക്ലാസുകൾ എടുത്തു. അവണിശ്ശേരി പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിൽ നിന്നും 50 പരം കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ആശാപ്രവർത്തകർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ക്ലാസ്സിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേജാണ് ഇത് അഡോളസൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമുക്കറിയാം. പണ്ടത്തേക്കാളും ഒരുപാട് ഇഷ്യൂസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പറയാം, ലഹരി ഉപയോഗിക്കുന്ന കേസുകൾ, അനാരോഗ്യകരമായിട്ടുള്ള ലൈംഗിക ജീവിതങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് വഴി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പൊതുവേ നമ്മൾ കാണുന്ന കേസുകളിൽ നമ്മുടെ ലൈഫിൽ കൃത്യമായിട്ട് നമുക്കൊരു സക്സസ്ഫുള്ളായ ലൈഫിലേക്ക് പോകണം വേണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടൊരു എയിം ഉണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ലൈഫിൽ സക്സസ്ഫുള്ളായ ലൈഫിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് പറയും. ചാഴൂർ ഗ്രാമീണ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ നാടകോത്സവത്തിന് തുടക്കം. MTയുടെ സ്മരണാഞ്ജലിയായി നടന്ന ഉദ്ഘാടന സമ്മേളനം സിനിമാ നാടക നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സിഗ്നൽ കാത്തു നടക്കുന്ന വണ്ടി പോലെയാണ് ഞാനിപ്പോൾ എന്ന് MT മറ്റൊരിക്കൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ എങ്ങനെ മരിക്കാനാണ് താങ്കൾക്ക് ഇഷ്ടമെന്ന് VR സുധീഷ് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പെട്ടെന്നൊരു കാറ്റ് വന്ന് ഒരു കൽവിളക്കിലെ തിരുനാളത്തേക്ക് എടുത്തുന്നത് പോലെ ഉള്ള മരണമാണ് ഞാൻ കാക്ഷിക്കുന്നതെന്ന് MT പറഞ്ഞു. ഇന്നലെ ലോകം മുഴുവൻ നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ ഒരു ദിവസമായിരുന്നു. എവിടെയും നക്ഷത്രങ്ങൾ, ചുറ്റും നക്ഷത്രങ്ങൾ, ആകാശത്ത് നക്ഷത്രങ്ങളെക്കാൾ ശോഭയിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ ജ്വലിച്ചു നിന്ന രാത്രിയിലാണ്, ലോകം മുഴുവൻ ആഘോഷത്തിമറപ്പിന്റെ വേളയിലാണ് സാഹിത്യത്തിന്റെ വലിയ നക്ഷത്രം അസ്തമിച്ചത്. രാത്രി 10 മണിക്ക് കെട്ടുപോയി ആ നക്ഷത്രം. ആ നക്ഷത്രം ഒരു വഴികാട്ടിയാണ്. നമ്മളെല്ലാവരെയും സാഹിത്യത്തിൻ്റെ വലിയ ആകാശവും ഭൂമിയും കടലും ആഴവും പരപ്പും കാണിച്ചു തന്ന നക്ഷത്രമായിരുന്നു, വാൽ നക്ഷത്രമായിരുന്നു MT ഭാസ്കരൻ നായർ. അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി, നാടക സംവിധായകൻ TV ബാലകൃഷ്ണൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, PR കൃഷ്ണകുമാർ, KM മുഹമ്മദ്, TV ബാലകൃഷ്ണൻ, സജീവ് ചിറാക്കോലി, കൺവീനർ മസൂദ് K വിനോദ്, പ്രോഗ്രാം കൺവീനർ റിച്ചിക് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആക്ട് ലാബ് കൊച്ചിൻ അവതരിപ്പിച്ച പാടുക പാട്ടുകാര പുറനാട്ടുകൾ പഞ്ചമി തിയേറ്റേഴ്സിന്റെ കവചിതം എന്ന നാടകവും അരങ്ങേറി. ഡിസംബർ 30 മുതൽ 10 നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. ചുറ്റും കൂടി നിന്നവരോട് അവൻ കൈകൾ നീട്ടി കുറച്ച് ചില്ലറ കിട്ടി. എന്താടാ എന്റെ പേര്? മുഹമ്മദ് സാബിർ. ആ, അപ്പൊ നിന്റെ ബാപ്പ ജാൻ മുഹമ്മദ്. അല്ലാ, സുപ്രസിദ്ധ സംഗീതജ്ഞൻ ജാൻ മുഹമ്മദിന്റെ മകനാണ് തെരുവിൽ ഭക്ഷണത്തിനായി വയറ്റത്തടിച്ചെന്ന് പാടുന്നതെന്ന് കേട്ടപ്പോ കുഞ്ഞാമതുക്ക സ്തബ്ധനായി. പോലീസുകാരനാ കുഞ്ഞാമതുക്ക. ആഹാ, അത് ശരി. അപ്പൊ എന്റെ ഉമ്മ മയ്യത്തായി. വാപ്പയാണെങ്കിൽ ഉപേക്ഷിച്ചും പോയി. അതെ,
ഇനി എങ്ങും പോണ്ട, എന്റെ കൂടെ വാ, വാ എന്റെ കൂടെ പോര്. ശബ്ദവാര്യത്തിന്റെ അക്ഷയഖനിയിൽ നിന്നും പെരിങ്ങോട്ടുകര ദേവസ്ഥാനോത്സവത്തിന്റെ ഭാഗമായി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ദേവസ്ഥാനം ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഉണ്ണി ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 1,00,000 രൂപയും ശിവപാർവതി വിഷ്ണുമായ സ്വാമി ശില്പവും പൊന്നാടയും അടങ്ങുന്ന ദക്ഷിണാമൂർത്തി നാഥ പുരസ്കാരം മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയ്ക്കും 50,000 രൂപയും ശില്പവും പൊന്നാടയും അടങ്ങിയ നാട്യമയൂരി പുരസ്കാരം നർത്തകി ആശ ശരത്തിനും 25,000 രൂപയും ശില്പവും പൊന്നാടയും അടങ്ങിയ ദേവസ്ഥാനം കർമ്മശ്രേഷ്ഠ പുരസ്കാരം പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലനും സമ്മാനിച്ചു. തുടർന്ന് തൈക്കുടം ബ്രിഡ്ജിന്റെ മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. സജീവ കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തുനിന്നുള്ളവരെ ഗവർണർ പദവിയിൽ നിയോഗിക്കുന്നത് സംസ്ഥാനങ്ങളും ഗവർണർമാരും തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകുമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൾ ഹക്കീം അസ്ഹരി കാന്തപുരം അഭിപ്രായപ്പെട്ടു. കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത ജില്ലാ സെക്രട്ടറി PSK മൊയ്തു ബാഘവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ത്വാഹ സഖാഫി, സയ്യിദ് തുറാബ് അസഖാഫ്, ഡോക്ടർ PA ഫാറൂഖ് നയീമി, ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ, റഹ്മത്തുള്ള സഖാഫി എളമരം പ്രഭാഷണം നടത്തി. IMK ഫൈസി, അഡ്വക്കേറ്റ് PU അലി, അബ്ദു ഹാജി കാദിയാളം, ഗഫൂർ മൂന്നുപിടിക, SMK തങ്ങൾ, വരവൂർ അസീസ് നിസാമി, അഡ്വക്കേറ്റ് ബക്കർ, അമീർ തളിക്കുളം, ഷാഫി ഖാദിരി, അനസ് ചേലക്കര എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ പത്രപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം എനിക്ക് പല അനുഭവങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. പത്രക്കാരിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്ത് വന്നപ്പോൾ ഒരു ഫോട്ടോ പത്രത്തിൽ വന്നു. അതാണ് ആദ്യം അനുഭവത്തിൽ പറയാനുള്ളത്. പത്രത്തിൽ വന്നപ്പോൾ ഞാൻ മരിച്ചു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ മരണപ്പെട്ടു. എന്നായിരുന്ന പത്രത്തിൽ കണ്ടത്. എല്ലാവരും എന്നെ വിളിച്ചു തുടങ്ങി. വിളിച്ച് ചോദിച്ചു, എന്താ MLA ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാ പത്രത്തില് ഫോട്ടോക്കെ വെച്ച് അനുശോചനത്തെ പറ്റി ആൾക്കാരുടെ പേരും കേന്ദ്രത്തിൽ വരികയുണ്ടായി. അപ്പോഴെനിക്ക് അങ്ങനെ ആ ഒരു ഗൗരവം, മരണപ്പെട്ടാലുള്ള ഗൗരവം അങ്ങനെ വന്നിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു സാഹചര്യം എനിക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റു പുതിയ ജീവിതം, പുതിയ അനുഭവങ്ങളുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ബോധ്യപ്പെടുത്തുന്നത്, പത്രരംഗത്ത് ചില കൈകൾ ഉപയോഗിച്ചാൽ, ചില കുത്തുകൾ ഉപയോഗിച്ചാൽ ചില മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് പലരും അറിയപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് അതുകൊണ്ട് വ്യാപകമായി ചർച്ച കയറി വന്നു. എല്ലായിടത്തും നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല കേരളത്തൊട്ടാകെ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ വിഷയം ഒരു യൂണിറ്റ് വല്ല സമ്മാനത്തിന് വിളിക്കുമ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടാണ് 2 വാക്ക് പറയാറ്. അപ്പൊ അത് വളരെ ഒരു ഭാഗത്ത് സന്തോഷം ഉണ്ടായി, ഒരു ഭാഗത്ത് മാനസികമായ വേദന ഉണ്ടായി. അപ്പൊ സന്തോഷം എന്ന് പറയാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ഈ നാട്ടിയ യുവജനത്തിലേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റുള്ള പരമ്പരയിൽ വ്യത്യസ്തമായി. KJU ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അവാർഡുകൾ വിതരണം ചെയ്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ജോസ് താടിക്കാരൻ, സംസ്ഥാന ട്രഷറർ EP രാജീവ്, KJU എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ്, KJU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജോയ് പെരുമാട്ടിൽ, KJU തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് CS സുനിൽകുമാർ, സ്വാഗത സംഘം ട്രഷറർ KR മധു എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോസ് വാവേലി, ജില്ലാ ട്രഷറർ NP ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി, തൊഴിൽ സുരക്ഷിതത്വം തുടങ്ങിയ അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അതിനുള്ള പോരാട്ടങ്ങൾ ഊർജിതമാക്കുമെന്നും സംഘടനയ്ക്ക് ഊർജം പകരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. കിഴുപ്പുള്ളിക്കര ഗ്രാമീണ വായനശാലയുടെ 70ാം വാർഷികാഘോഷം ഡിസംബർ 28 ശനിയാഴ്ച വൈകിട്ട് 4 NSS LP സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ KA ബാബു അധ്യക്ഷനാകും. കവി ഡോക്ടർ C രാവുണ്ണി മുഖ്യ അതിഥിയാകും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ,
താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ കെ അജിത്, ലൈബ്രറി കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NG ജയരാജ് എന്നിവർ പങ്കെടുക്കും. വായനശാല സെക്രട്ടറി PB അനിൽ, സംഘാടക സമിതി കൺവീനർ TV ദിബു, സംഘാടക സമിതി ചെയർമാൻ KA ബാബു, വൈസ് ചെയർമാൻ സിറാജ് KM എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലപ്പിള്ളി തോട്ടം മേഖലയിൽ പുലി ഇറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ്. തോട്ടം തൊഴിലാളികളും ബൈക്ക് യാത്രക്കാരും പുലിയെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലും പുലി പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പുതുക്കാട് എസ്റ്റേറ്റിലെ പാറയിടുക്കുകൾക്ക് സമീപം വനപാലകർ വെള്ളിയാഴ്ച ക്യാമറ സ്ഥാപിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർ MB ജലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ തോട്ടങ്ങളിലും വന അതിർത്തിയിലും പരിശോധന നടത്തിയെങ്കിലും പുലി ഇറങ്ങിയതായുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരാഴ്ച മുൻപ് തോട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം പാലപ്പിള്ളിയിലും വലിയ കുളത്തും പശുക്കുട്ടികളെ ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് അധികൃതർ പറയുന്നു. വലിയ കുളത്ത് തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം തുടർച്ചയായി 3 ദിവസമാണ് പുലി ഇറങ്ങി പശുക്കുട്ടികളെ ആക്രമിച്ചത്. ഈ പ്രദേശത്ത് പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിള്ളത്തോട് ഭാഗത്ത് പുലി റോഡ് മുറിച്ചു കടന്നത് ബൈക്ക് യാത്രക്കാർ കണ്ടതായി പറയുന്നു. വ്യാഴാഴ്ച രാവിലെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ 4 തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയിരുന്നു. പാലപ്പിള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തൊഴിലാളി കുടുംബങ്ങളും യാത്രക്കാരും ആശങ്കയിലായിരിക്കുകയാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈശോയുടെ ദനഹ തിരുനാളും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം ജനുവരി 3, 4, 5, 6 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ നടന്നുവന്നിരുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് സമാപിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലൈംഗിക അതിക്രമം, മയക്കുമരുന്നിന്റെ ദുരുപയോഗം എന്നീ വിഷയത്തിൽ കൗമാരക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.